ഹേ ഗൈസ്, അപ്പോൾ ഇന്നൊരു ഷോപ്പിംഗ് വ്ലോഗാണ്. ഇത് ഞാൻ സൺഡേ എങ്ങാണ്ട് പോയതാണ്. ഞാനിത് അപ്ലോഡ് ചെയ്യാനായിട്ട് ഇങ്ങനെ വിട്ടുപോയേക്കുമായിരുന്നു. ഇപ്പോഴാണ് ഇത് ഇങ്ങനെ ഗാലറി ചെയ്യുന്ന സമയത്ത് കണ്ടത്. എന്നാലും ഞങ്ങൾ ഫസ്റ്റ് കയറിയിട്ടുണ്ടായിരുന്നത് സ്റ്റുഡിയോയിലായിരുന്നു. എനിക്ക് ഹുഡിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. ഹുഡി വാങ്ങിക്കാണ്ടായിരുന്നു, ഷൂ വാങ്ങിക്കാണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. അപ്പോൾ അവിടെ കണ്ട് ടോപ്പുകളും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് എടുത്ത് നോക്കുകയാണ് എങ്ങനെയുണ്ടെന്നൊക്കെ. പക്ഷെ എനിക്ക് വലുതായിട്ടൊന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് അതൊക്കെ മാറ്റി. പിന്നെ ഈ ഒരു ക്ലിപ്പ് കണ്ടു. എൻ്റെ ക്ലിപ്പ് പൊട്ടിയിരിക്കുകയാണ്, മിക്ക ക്ലിപ്പുകളും പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ അത് എനിക്ക് ഒരെണ്ണം വേണം എന്ന് വിചാരിച്ച് നോക്കുകയാണ് ഏത് കളർ എടുക്കും. ഫുൾ കൺഫ്യൂഷൻ ആയിരുന്നു. എനിക്ക് അവിടെ എടുക്കുന്ന എല്ലാം ഇഷ്ടപ്പെട്ടു. ഏതെടുക്കും എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. സ്റ്റുഡിയോയിലായതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ക്ലിപ്പുകൾ, ലിപ് ബാം, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഭയങ്കര റേറ്റ് കുറഞ്ഞു കിട്ടും. 79 റുപ്പീസിനൊക്കെയാണ് ഇത് ഈ ക്ലിപ്പ് കിടക്കുന്നത്. അതുപോലെ കുറേ സാധനങ്ങളൊക്കെ ഭയങ്കര റേറ്റ് കുറവിന് കിട്ടും, ഇങ്ങനത്തെ ആക്സറീസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടുന്ന് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിരുന്ന് കുറേ നേരം തപ്പി ലാസ്റ്റ് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കി കിടക്കുന്നുണ്ടായിരുന്നു. എനിക്ക് സോക്സ് എടുക്കാനുണ്ടായിരുന്നു. അതിന് ഇവിടുന്ന് തന്നെ എടുക്കുമെന്ന് ഉറപ്പിച്ചാണ്. ഇവിടെ ആംഗിൾ ലെങ്ത്തിലുള്ള സോക്സ് കിട്ടും, അപ്പോൾ അതെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഈ ഒരു ക്ലിപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ക്ലിപ്പ് മാത്രമല്ല, ഈ ക്ലിപ്പ് അല്ലാണ്ട് ഞാൻ ഈ ഒരു സോക്സ് എടുത്തിട്ടുണ്ടായിരുന്നു. സെറ്റ് ഓഫ് 2 ആണ്, 2 സോക്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് ഞാൻ നേരത്തെ വാങ്ങിച്ചിട്ടുള്ളായിരുന്നു ഈ ഒരു പെർഫ്യൂം. അപ്പോൾ ഈ പ്രാവശ്യം കണ്ടപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു. ആ പെർഫ്യൂം തീർന്നു. ഒരു പോക്കറ്റ് സൈസ് പെർഫ്യൂമാണ്, നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഭയങ്കര കുത്തുന്ന സ്മെല്ലാണ്. അപ്പം ഇത് ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്ര എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ സ്റ്റുഡിയോയിൽ നിന്ന്. പിന്നെ അവിടുന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എൻ്റെ അമ്മയുടെ ഫ്രണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, ആര്യ ആൻറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പുള്ളിക്കാരിയായിട്ടാണ് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത്. പുള്ളിക്കാരിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നൊരു ഇതാണ്, കാത്തിരിപ്പാണ്. പിന്നെ ഞാനും അമ്മയും അവിടെ കിടന്ന് കുറേ നേരം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇവിടെ ഞാൻ എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് നോക്കി ആസ്വദിക്കുകയാണ്. ഞാൻ അങ്ങനെ ബ്രൈറ്റ് ഷെയ്ഡ്സും കാര്യങ്ങളൊന്നും ഇടാത്തതാണ്, ഇടയ്ക്കെങ്ങാണ് ഇടത്തുള്ളൂ അങ്ങനെ ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതെനിക്ക് ഇട്ടിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ ഞാൻ സ്വന്തം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇട്ടിട്ട് കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ എക്സാമിനൊക്കെ മുമ്പ് പോയതാണ്, എൻ്റെ അക്കൗണ്ടൻസി എക്സാമിനൊക്കെ മുമ്പ് പോയതാണ്. അപ്പം ഈ പോക്കിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു എക്സാമിന് ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ. എന്നാലും പോകുന്ന സമയത്ത് നമ്മളൊന്ന് കുറച്ച് സ്ട്രെസ് ഫ്രീ ആയിരിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്കൊക്കെ അത് മറക്കും. പക്ഷെ എന്നാലും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക എക്സാമിന് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ. പിന്നെ ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത് ഫോറം മോളിലായിരുന്നു. ഫോറം മോളിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അപ്പോൾ ഞാൻ അവിടുത്തെ ഈ ഒരു മോളിൽ ഞാൻ ഇതുവരെയും പോയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ തെക്കും വടക്കും നോക്കി നടക്കുമായിരുന്നു. ഞാൻ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ഫോറം മോളിൽ എപ്പോഴെങ്കിലും ഒക്കെ പോകണമെന്ന്. അപ്പോൾ ലാസ്റ്റ് ഇപ്പോഴാണ് പോകാൻ പറ്റിയത്. എനിക്ക് ആ ഫോറം മോൾ തുടങ്ങിയ സമയത്തേ പോകണമെന്നുണ്ടായിരുന്നു. കുറേ പേര് ഫോറം മോളിൽ പോയിട്ടുള്ള സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇട്ട് കാണുമ്പോഴേക്കും പോകാനൊരു ആഗ്രഹം. പിന്നെ അവിടുന്ന് ഇങ്ങനെ ഞങ്ങൾ എസ്കലേറ്റർ കയറി നേരെ ചെന്ന് കയറി കൊടുത്തത് ഈ ഒരു ബുക്ക് സ്റ്റോറിലായിരുന്നു. ഇവിടെ എന്തോ ഓഫറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു, സെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ അത് കണ്ടപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് ഞാനും എൻ്റെ ആൻറ്റിയും കൂടെ കയറി. എനിക്ക് ഭ്രാന്താണ് ബുക്ക്, ആൻറ്റിക്കും ഭ്രാന്താണ്. എനിക്ക് ബുക്സ് ചെയ്യാൻ ഇങ്ങനെ ഓരോ ബുക്ക് എടുത്ത് അമ്മയെ കാണിക്കും. അമ്മ എന്തോ നിനക്ക് ഭ്രാന്താണെന്ന രീതിയിലാണ് അമ്മ നോക്കിക്കൊണ്ടിരുന്നത് എന്നെ. പിന്നെ ആൻറ്റിക്കും ബുക്സ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എൻ്റെ വിഷ് ലിസ്റ്റിലുണ്ടായിരുന്ന എല്ലാ ബുക്സും അവിടെ ഉണ്ടായിരുന്നു, ഏകദേശം എല്ലാം ഉണ്ടായിരുന്നു. ഓരോ ബുക്ക് അമ്മയെ എടുത്ത് കാണിക്കും, അമ്മ കണ്ണുറ്റി പീഡിപ്പിക്കും, പിന്നെ ഓരോന്നെടുത്ത് താഴേക്കും. പിന്നെ ഇത് കളക്ടേഴ്സ് എഡിഷൻ ആട്ടോ, അതായത് സ്പെഷ്യൽ എഡിഷൻ ആയിട്ടുള്ള ബുക്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം എല്ലാ ടൈപ്പ് ബുക്സ് ഉണ്ടായിരുന്നു. ഫിക്ഷൻ ഉണ്ടായിരുന്നു, നോൺ ഫിക്ഷൻ ഉണ്ടായിരുന്നു, ത്രില്ലർ ഉണ്ടായിരുന്നു, പിന്നെ സെൽഫ് ഹെൽപ്പ് ബുക്ക് ഉണ്ടായിരുന്നു, അങ്ങനെ എല്ലാം ഉണ്ട്, അത്യാവശ്യം എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ആൻറ്റി ബുക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് നോക്കിയിരിക്കുകയാണ്. എനിക്കും കൂടെ ഒരു ബുക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ബുക്കും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നേരെ പോയിട്ടുണ്ടായിരുന്നത് ഫുഡ് കോർട്ടിലായിരുന്നു. എന്തെങ്കിലും കഴിച്ചിട്ടാവാം പിന്നെയുള്ള നടത്തം എന്നൊക്കെ വിചാരിച്ചു. അപ്പം എനിക്കൊരു ഓറിയോ മോൺസ്റ്റർ എന്ന് പറഞ്ഞ ഷേക്കാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ടൈപ്പ് ഷേക്കും കാര്യങ്ങളൊക്കെ, എൻ്റെ ഫേവറേറ്റ് ആണ് ഷേക്സ് ഒക്കെ. പിന്നെ ആ ഒരു ആക്രാന്തത്തിൽ ഇതെടുത്ത് കുത്തി ഇറക്കി കൊടുത്തതാണ്, എല്ലാം കൂടെ താഴെ കിടന്ന് എൻ്റെ പകുതി മുക്കാൽ ഷേക്കും താഴെ പോയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ആവേശത്തിൽ സ്ട്രോ കുത്തി ഇറക്കിയതാണ്, എൻ്റെ പാൻറ്റിൽ വരായി. പിന്നെ ഞാൻ ആ ക്യാമറ എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് മനസ്സമാധാനമായിട്ട് പതുക്കെ കഴിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വരാൻ കാരണം എനിക്കിഷ്ടമുള്ള ഈ ബ്രോസ്റ്റഡും പിന്നെ അതുപോലെ തന്നെ ഷേക്കും ഉണ്ടായിരുന്നു. എനിക്ക് രണ്ടും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതൊക്കെ കഴിച്ച് ലാസ്റ്റ് പാമ്പ് ഇര വിഴുങ്ങി കിടക്കുന്നത് പോലെ ഞാൻ സൈഡിൽ കിടന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് വയറ് നിറച്ച് അനങ്ങാൻ വയ്യായിരുന്നു. ലാസ്റ്റ് അവിടെ ഇരുന്ന് കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നടന്നിട്ടുണ്ടായിരുന്നത്. മെയിനായിട്ട് പുറത്ത് പോകണം എന്നുണ്ടായിരുന്നത് എനിക്കൊരു ഹുഡി വാങ്ങിക്കണം എന്നുള്ളൊരു മൈൻഡിലായിരുന്നു. പിന്നെ പുറത്തിറങ്ങിയിട്ട് കുറച്ച് നാളായി, എപ്പോഴും വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഈ മേളിൽ കിടക്കുന്ന ഈ ബ്രൗൺ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഉള്ള എല്ലാം നോക്കുന്നുണ്ടായിരുന്നു. ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത് എനിക്ക് സൈസ് ചേരുവോ അല്ലെങ്കിൽ ഏത് കളർ എടുക്കും, ഇതിലായിരുന്നു ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത്. ലാസ്റ്റ് നോക്കിയിട്ട് ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു, ആ ബ്രൗൺ കളറിലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, പെട്ടെന്ന് ഇട്ടിട്ട് ഇറങ്ങുമായിരുന്നു. മാത്രമല്ല ഞാൻ അധികം ക്ലിപ്സും കാര്യങ്ങളും ഈ പുറത്ത് പോയതിൻ്റെ എടുത്തിട്ടില്ല.
മെയിൻ ആയിട്ടുള്ള കാര്യം, എനിക്ക് സോഷ്യൽ ആൻസൈറ്റി കുറച്ച് കൂടുതലാണ്. എനിക്ക് ആൾക്കാരെ കാണുമ്പോൾ ഇനി വീഡിയോ ക്യാമറയൊക്കെ പൊക്കി പിടിച്ച് വീഡിയോ എടുക്കുകയാണെങ്കിൽ ഒരു ചമ്മലാണ്. അതുകൊണ്ടാണ് ഞാൻ അധികം എടുക്കാത്തത്. ഞാൻ ക്യാമറയും കൊണ്ട് ഇങ്ങനെ എടുക്കാന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴേക്കും ആൾക്കാരെല്ലാം എന്നെ നോക്കുന്നത് പോലെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഈ പുറത്തു പോയി ഞാനും അമ്മയും ആര്യാൻ്റിയും മാത്രമല്ല, ആര്യാൻ്റിയുടെ മക്കളും ഉണ്ടായിരുന്നു, അനന്തവും ആദിയും ഉണ്ടായിരുന്നു. അവരൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നത്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ സിനിമയ്ക്ക് കയറിയിട്ടുണ്ടായിരുന്നു. സിനിമ ഏതെന്ന് വെച്ചാൽ ലോകയായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം, അതൊക്കെ കണ്ട് അടിപൊളി പടമായിരുന്നു. പിന്നെ അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും അത്രയുള്ള വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.